ഹലോ ഗൈസ്, ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മലയാളം ഇൻഡസ്ട്രിയുടെ ഗതി തന്നെ മാറ്റിമറിച്ച ഒരു ചലച്ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. 2024 പുറത്തിറങ്ങിയ ഈ ഒരു ചലച്ചിത്രത്തിൽ സൗബിൻ ഷാഹിർ, ഖാലിദ് റഹ്മാൻ, ശ്രീനാഥ് വാസി എന്നീ ഒട്ടനവധി പുതുമുഖ താരനിരകളാൽ സമ്പന്നമായിരുന്നു ഈ ഒരു ചലച്ചിത്രം. മലയാളത്തിൽ തന്നെ ആദ്യ 200 കോടി നേടിയ ഒരു ചലച്ചിത്രം കൂടിയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഇപ്പോൾ വിറ്റുപോയിട്ടുണ്ട്. വൻ തുകയ്ക്കാണ് ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് വിറ്റുപോയിട്ടുള്ളത്. മറ്റേത് ചാനലുമല്ല, ഏഷ്യാനെറ്റാണ് ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമ വരും കാലങ്ങളിൽ ഏഷ്യാനെറ്റിലൂടെ കാണാവുന്നതാണ്. ആരൊക്കെയാണ് ഈ ഒരു സിനിമക്കായി കാത്തിരിക്കുന്നത്? താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. സുകുമാറിൻ്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ ഒരു അല്ലു അർജുൻ ചലച്ചിത്രമായിരുന്നു പുഷ്പ ദ റൈസ്. ഈ ഒരു സിനിമയുടെ വൻ വിജയത്തിന് ശേഷം പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു ചലച്ചിത്രമാണ് പുഷ്പ ദ റൂൾ. ഈ ഒരു സിനിമയുടെ രണ്ടാം ഭാഗത്തിൻ്റെ ചലച്ചിത്ര സംപ്രേഷണ അവകാശം ഇപ്പോൾ വിറ്റുപോയിട്ടുണ്ട്. ഏഷ്യാനെറ്റാണ് ഈ ഒരു സിനിമയുടെയും സാറ്റലൈറ്റ് റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഏഷ്യാനെറ്റിലൂടെ കാണാവുന്നതാണ്. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന കഥയെ ആസ്പദമാക്കി ഒരുപാട് വർഷങ്ങളോളം കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററിൽ പുറത്തിറങ്ങിയ ഒരു ചലച്ചിത്രമാണ് പൃഥ്വിരാജിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ. ബ്ലെസ്ലിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഏകദേശം 80 കോടിയോളം ബജറ്റിൽ പുറത്തിറങ്ങിയ ഈ ഒരു ചലച്ചിത്രത്തിൻ്റെ സംപ്രേഷണ അവകാശം ഇപ്പോൾ വിറ്റുപോയിട്ടുണ്ട്. ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചലച്ചിത്രത്തിൻ്റെ സംപ്രേഷണ അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് ഏഷ്യാനെറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഏഷ്യാനെറ്റിലൂടെ വരും കാലങ്ങളിൽ കാണാവുന്നതാണ്. ആരൊക്കെയാണ് ആടുജീവിതം എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ ഈ ഒരു സിനിമയ്ക്കായി കാത്തിരിക്കുന്നത്? താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. കൂടാതെ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.